ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു യാത്രയിലാണ് കേട്ടോ. ഇത് വെറൊരു യാത്രയല്ല. തമിഴ്നാട്ടിൽ കാവിരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബ്രിട്ടീഷുകാർ താഞ്ചൂർ എന്ന് വിളിച്ചിരുന്ന തഞ്ചാവൂർ എന്ന വലിയ നഗരത്തിലേക്കുള്ള യാത്രയാണിത്. ഏകദേശം 5-ാം തീയതി രാത്രി 11 മണിയോടുകൂടി ഞങ്ങൾ A1 ട്രാവൽസിൽ നിന്ന് കോഴിക്കോട് നിന്ന് യാത്ര ആരംഭിച്ച് ഏകദേശം 3:20 ആകുമ്പോഴേക്കും നമ്മൾ കോയമ്പത്തൂരെത്തി. അടുത്തായിട്ട് നമുക്ക് 7:15 തഞ്ചാവൂരിലെ ട്രെയിൻ. നമ്മൾ അത്രയും നേരം പോസ്റ്റായിരുന്നു. രാവിലെ ആയതിനു ശേഷമാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വീഡിയോസൊക്കെ എടുത്തു തുടങ്ങിയത് കേട്ടോ. അതിനുശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് അതിനുള്ളിൽ തന്നെയുള്ള ഒരു ഹോട്ടലുണ്ടായിരുന്നു. സോന അങ്ങനെ എന്തോ ആയിരുന്നു പേരുണ്ടായിരുന്നത്. അവിടെ പോയിട്ട് നല്ല നെയ് റോസ്റ്റാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നെയ് റോസ്റ്റും ഏട്ടൻ സെറ്റ് വടയായിരുന്നു കഴിച്ചത്. പക്ഷെ നമ്മളങ്ങനെയാണ്, എന്ത് വാങ്ങിച്ചാലും നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുക. അതാകുമ്പം രണ്ടു പേർക്കും രണ്ടും കഴിക്കാമല്ലോ. അപ്പം അതുകൊണ്ടാണ് എൻ്റെ പ്ലേറ്റിലും വടയുണ്ട്, അതുപോലെ തന്നെ ഏട്ടൻ്റെ പ്ലേറ്റിലും ഉണ്ട് എൻ്റെ ദോശ. അങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ആണ് വാങ്ങിക്കുക, നമുക്കെല്ലാം ഷെയർ ചെയ്ത് കഴിക്കാനായിട്ട്. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. കോയമ്പത്തൂരൊക്കെ ഇത്രയും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം ഉണ്ടാവും, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കോയമ്പത്തൂർ പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കാലിക്കറ്റ് ഫുഡ് ടേസ്റ്റ് ഒന്ന് മാറിയാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. സാമ്പാർ എനിക്ക് അത്ര കണ്ട് ഇഷ്ടമായില്ല, ബാക്കിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിൻ എത്തി കേട്ടോ. നമ്മൾ ജനശതാബ്ദി എക്സ്പ്രസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നല്ല പങ്ക്ച്വാലിറ്റി ആയിരുന്നു കേട്ടോ, അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ അതിനുള്ളിലെ നീറ്റ്നെസ്, നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു ട്രെയിൻ. ഇത്രയും നീറ്റായിട്ട് ഞാൻ ഈ അടുത്തൊന്നും ട്രെയിനിൽ കയറിയിട്ടില്ല, അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. നല്ല ക്ലീൻ, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് 7:15 തഞ്ചാവൂർക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. കറക്റ്റ് 7:15 തന്നെ ജനശതാബ്ദി എക്സ്പ്രസ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം നമുക്ക് ഒരു 4-5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. വിൻഡോ സീറ്റ് ആയിരുന്നില്ല കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്, നമുക്കൊരു സെൻറ്റർ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സ്ലീപ്പറിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് നല്ല സുഖമായിട്ട് പോയി വരാനായിട്ട് പറ്റി. വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ട്രെയിനാണെങ്കിലും വളരെ നീറ്റായിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി കേട്ടോ. അവിടെ അടുത്ത് തന്നെയുള്ള ബോംബെ സ്വീറ്റ്സ് എന്നുള്ളൊരു കടയുണ്ട്, ഒരു ഹോട്ടലുണ്ട്. ജസ്റ്റ് നടക്കാനേ ഉള്ളൂ. ജസ്റ്റ് നടന്ന റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ അവിടെ എത്തി. അവിടെ നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തൈരും ഉണ്ടായിരുന്നു. തൈര് എന്തോ ഒരു ചുവ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടിട്ട് എനിക്കൊരു വൃത്തിയും തോന്നിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു പച്ചക്കറി ഉണ്ടായിരുന്നു. എന്തിനാണ് ഇതിൻ്റെ കൂടെ പച്ചക്കറി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഫുഡ് അത്ര എനിക്കങ്ങനെ ഇഷ്ടമായില്ല. അങ്ങനെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-15 വരെ നടന്നാൽ നമുക്ക് മ്യൂസിയം എത്താൻ പറ്റും. നമ്മൾ ഫസ്റ്റ്ലി അങ്ങോട്ടേക്കാണ്, തഞ്ചാവൂർ മ്യൂസിയം കാണാനായിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. നമുക്ക് ക്യാമറയൊന്നും എല്ലാ സ്ഥലത്തും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ അവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ തഞ്ചാവൂരിനെ ഏറ്റവും സ്പെഷ്യൽ ആക്കുന്ന ഒന്നാണ് ബൃഹദീശ്വര ക്ഷേത്രം. അതാണ് ഈ മണ്ണ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. ഇവിടുത്തെ ചൂട് ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് സൈക്കിളിൽ അപ്പുറമായിരുന്നു. നമ്മളൊരു മുസംബി ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മളൊരു ഓട്ടോ പിടിച്ച് പാലസിലോട്ടാണ് പോകുന്നത്. ഏകദേശം 100 രൂപ എങ്ങാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ബസ്സിൽ പോയാൽ മതിയായിരുന്നു പിന്നീട് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പാലസ് എത്തി കേട്ടോ. ഈ ക്യൂ കാണുന്നത് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ 100 റുപ്പീസ് കൊടുത്ത് ഉള്ളോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാലസ് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട് കേട്ടോ.
അടുത്തായിട്ട് സരസ്വതി മഹൽ ലൈബ്രറിയിലോട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇത് പാലസിൻ്റെ നിയർ ബൈ തന്നെയാണ് വരുന്നത്. നമുക്ക് അതുകൊണ്ട് പാലസ് കണ്ടു കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെയാണ് വരുന്നത്. അതും കൂടെ കണ്ടിട്ട് തിരിച്ചു വരാവുന്നതാണ്. ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് വലുതായിട്ടൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഓരോരുത്തരുടെ ടേസ്റ്റ് ആണ് കേട്ടോ.